കോട്ടയത്ത് വായ്പ തിരിച്ചടയ്ക്കാൻ വൈകിയതിന് ഗൃഹനാഥന് നേരെ ആക്രമണം. പനമ്പാലം സ്വദേശി സുരേഷിനെയാണ് ആക്രമിച്ചത്. ബെൽസ്റ്റാർ എന്ന സ്വകാര്യ പണമിടപാട് സ്ഥാപനത്തിലെ ജീവനക്കാരനാണ് മർദ്ദിച്ചത്. നമ്മൾ ഈ ബെൽസ്റ്റാർ എന്ന് പറഞ്ഞൊരു മൈക്രോ ഫിനാൻസ് അവർ നമ്മൾ ലോൺ എടുത്തിട്ട് ഇപ്പം ഒരു വർഷത്തിന് മേളിൽ ഇപ്പം എനിക്ക് ഒരു 4 മാസം മുമ്പ് ആൻജിയോപ്ലാസ്റ്റി ബ്ലോക്ക് വന്നിട്ട് ആൻജിയോപ്ലാസ്റ്റി ചെയ്തത്. അപ്പം അത് പിന്നെ പെൻഡിങ് വന്ന് അപ്പം ഇത് ഇപ്പോൾ ഈ കഴിഞ്ഞ ആഴ്ച തൊട്ട് എനിക്ക് കഴിഞ്ഞ 7-ാം തീയതി കൊടുക്കേണ്ടതായിട്ട് എനിക്ക് പണിക്ക് പോകാൻ പറ്റിയില്ല. ശ്വാസം മുട്ടൽ വന്ന് പോകാൻ ഇപ്പോൾ വന്നപ്പോൾ കഴിഞ്ഞ ആഴ്ച വന്നപ്പോൾ പണിയില്ല, എനിക്ക് പോകാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു. ഇന്ന് പറഞ്ഞിട്ട് പോയിട്ട് മുമ്പേ വന്നിട്ട് ഞാൻ പറഞ്ഞ ചേട്ടൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞല്ലേ പൈസ തന്നേക്കാന്നെല്ലാം പറഞ്ഞില്ല. അന്നേരം അവൻ്റെ എനിക്ക് ചൂടായി, ചേട്ടൻ ഈ പറയുന്ന നേരത്തിന് പണിക്ക് പോകാൻ മേലെന്ന് ചോദിച്ചിട്ടുണ്ട്. ആ ദേഷ്യത്തിൽ അവനോട് ഞാൻ മറുപടി പറഞ്ഞു. അന്നേരം അവൻ ഇവിടെ ഇരുന്ന് ഈ സാധനം എടുത്തിട്ട് എൻ്റെ ഇവിടെ കിട്ട അടിച്ചത്. ശ്വാസം മുട്ടൽ കൂടുതൽ വിവരങ്ങളുമായി ഷിനോജ് ചേരുന്നുണ്ട്. ഷിനോജ്, ഈ ആക്രമണത്തെ തുടർന്ന് ഇപ്പോൾ കേസ് എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? കേസ് അന്വേഷണം നടക്കുന്നുണ്ടോ? അത് ഏതുവരെ എത്തി? രാജീവ്, കേസ് എടുത്തിട്ടുണ്ട്. ഗാന്ധിനഗർ പോലീസാണ് കേസ് എടുത്തത്. ഇന്ന് രാവിലെയാണ് ഇത്തരത്തിൽ ഈ സംഭവം നടക്കുന്നത്. 1 വർഷം മുൻപാണ് ഈ പനമ്പാലം സ്വദേശിയായിട്ടുള്ള സുരേഷ് ഏകദേശം 35,000 രൂപ കോട്ടയത്ത് തന്നെ പ്രവർത്തിക്കുന്ന ബെൽസ്റ്റാർ എന്ന സ്വകാര്യ പണമിടപാട് സ്ഥാപനത്തിൽ നിന്ന് വായ്പ എടുക്കുന്നത്. വായ്പയൊക്കെ തന്നെ കൃത്യമായി തന്നെ അടച്ചു വരികയായിരുന്നു. എന്നാൽ 6 മാസം മുൻപ് സുരേഷിന് ഹൃദയ സംബന്ധമായ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. തുടർന്ന് കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സ തേടി. ആ സമയത്താണ് ഈ അടവിൽ അല്പം പ്രശ്നം വന്നത്. തുടർന്ന് അതിനുശേഷം ചികിത്സയൊക്കെ കഴിഞ്ഞു. അതിനുശേഷം വീണ്ടും കൃത്യമായി തന്നെ അടച്ചു വരികയായിരുന്നു. എന്നാൽ കഴിഞ്ഞ മാസം അടവുമായി ബന്ധപ്പെട്ട് ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. വീണ്ടും ചികിത്സയൊക്കെ വേണ്ടി വന്നിരുന്നു. ആ സമയത്താണ് ഇത്തരത്തിൽ വീണ്ടും അടവ് മുടങ്ങിയത്. തുടർന്നാണ് ഈ ബെൽസ്റ്റാർ എന്ന സ്ഥാപനത്തിലെ ജീവനക്കാരനായിട്ടുള്ള പന്നിമറ്റം സ്വദേശിയാണ് ജാക്സൺ ഇന്ന് രാവിലെ സുരേഷിന്റെ വീട്ടിലെത്തുന്നത്. ആ സമയത്താണ് ഇത്തരത്തിൽ അടവ് മുടങ്ങി എന്ന് പറഞ്ഞുകൊണ്ട് പ്ലാസ്റ്റർ ഓഫ് പാരീസ് കൊണ്ട് നിർമ്മിച്ച ആനയുടെ രൂപം വെച്ച് ഇത്തരത്തിൽ സുരേഷിനെ മർദ്ദിക്കുകയായിരുന്നു. കഴുത്തിലും അതുപോലെ തന്നെ ചെവിയുടെ പിന്നിലുമാണ്, ചെവിയുടെ പുറകിലുമായിട്ടാണ് ഇത്തരത്തിൽ ഈ മർദ്ദനമേറ്റത്. എന്തായാലും ഈ മർദ്ദനത്തിന് ശേഷം ഈ ഒളിവിൽ പോയി, അതായത് പന്നിമറ്റം സ്വദേശിയായിട്ടുള്ള ജാക്സൺ നിലവിൽ ഒളിവിലാണ് പോയിരിക്കുന്നത്. ഗാന്ധിനഗർ പോലീസ് കേസ് എടുത്തിട്ടുണ്ട്. പരിക്കേറ്റ സുരേഷ് കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയും തേടിയിട്ടുണ്ട്. ശരി, ലോൺ തിരിച്ചടവ് മുടങ്ങിയതിനെ തുടർന്നാണ് സ്വകാര്യ പണമിടപാട് സ്ഥാപനം ഇത്തരത്തിലൊരു ആക്രമണം നടത്തിയത്.